ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസ ലുക്കാസ്, ചുങ്കത് ജ്വല്ലറി. വാഗയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. എളവള്ളി സ്വദേശികളായ പ്രണവ്, ഗോകുൽ എന്നിവരാണ് മരിച്ചത്. ആരോപണമുണ്ടായാൽ മന്ത്രിമാർ രാജിവെക്കേണ്ടതില്ല എന്ന് ആദ്യം പറഞ്ഞത് EMSന്റെ കാലത്താണെന്ന് SJDU സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ. BJP ജനങ്ങളെ വർഗീയവൽക്കരിക്കാനാണ് നോക്കുന്നതെന്നും വീരേന്ദ്രകുമാർ. അണ്ടത്തോടും കൊരട്ടിക്കരയിലുമുണ്ടായ വാഹന അപകടങ്ങളിൽ 2 പേർ മരിച്ചു. കുമരമ്പടി സ്വദേശി നസീർ, പെരിന്തൽമണ്ണ സ്വദേശി അർഷാദ് എന്നിവരാണ് മരിച്ചത്. രാജ്യത്തെ ജനങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും BJPക്ക് വിരോധമില്ലെന്ന് BJP നേതാവ് O രാജഗോപാൽ. ചെകുത്താൻമാർ കേരളം ഭരിച്ചതിനാലാണ് പരിവർത്തനം ഉണ്ടാകാതിരുന്നതെന്ന് രാജഗോപാൽ. വെല്ലുവിളികളുണ്ടെങ്കിലും മലയാള ഭാഷ ദുരന്തമുഖത്താണെന്ന ചിന്ത അസ്ഥാനത്താണെന്ന് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ. മലയാളം വിസ്മരിച്ച് ഇംഗ്ലീഷിന് പിന്നാലെ പായുന്ന മലയാളികളുടെ മനോഭാവമാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ജയകുമാർ. ഞാൻ സിജി ജോസ്. വിശദമായ വാർത്തകളിലേക്ക്. മറ്റം വാഗ കാർത്തിയേനി ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ സുഹൃത്തുക്കളായ 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. വീടിന് സമീപത്തെ ക്ഷേത്രക്കുളത്തിൽ ഞായറാഴ്ച രാവിലെ 8 മണിക്കായിരുന്നു അപകടം. വാഗ ചേലൂർ സ്വദേശി മാണിക്കത്ത് മണിമകൻ 15 വയസ്സുള്ള പ്രണവ്, ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ ASI ചേലൂർ ഏറത്ത് സോമന്റെ മകൻ 15 വയസ്സുള്ള ഗോകുൽ കൃഷ്ണ എന്നിവരാണ് മരിച്ചത്. നീന്തലറിയാവുന്ന ഗോകുൽ കൃഷ്ണ പ്രണവിനെ നീന്തൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. കുളിക്കുന്നതിനിടെ കുളത്തിലെ പായൽ കാലിൽ കുരുങ്ങി ഇരുവരും മുങ്ങിമരിക്കുകയായിരുന്നുവെന്ന് കരുതുന്നു. ഗുരുവായൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് പ്രണവിന്റെ മൃതദേഹമാണ് ആദ്യം കണ്ടെടുത്തത്. ഏറെ ആഴമുള്ള കുളത്തിൽ മുങ്ങിത്തപ്പുന്നതിന് ഓക്സിജൻ മാസ്ക് അടക്കമുള്ള ഉപകരണങ്ങളുടെ അഭാവം മൂലം തൃശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റിനെ വിളിച്ചുവരുത്തിയിരുന്നു. തുടർന്ന് 1 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയാണ് ഗോകുൽ കൃഷ്ണയുടെ മൃതദേഹം കണ്ടെടുത്തത്. അമ്പലത്തിലേക്ക് കുളിച്ചു തൊഴാനായി പോയ പ്രണവിനെ കാണാതായതിനെ തുടർന്ന് സഹോദരി ക്ഷേത്രത്തിലേക്ക് അന്വേഷിക്കുകയായിരുന്നു. കുളത്തിനു സമീപം ഇവരുടെ വസ്ത്രങ്ങൾ കണ്ടപ്പോൾ ക്ഷേത്രം ഓഫീസിലും വീട്ടിലും സഹോദരി വിവരമറിയിച്ചു. ഇതേ തുടർന്നാണ് കുളത്തിൽ തിരച്ചിൽ നടത്തിയത്. പ്രണവ് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയും ഗോകുൽ മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. ASI സോമന്റെ ഏകമകനാണ് ഗോകുൽ കൃഷ്ണ. ഗുരുവായൂർ ACP R ജയചന്ദ്രൻപിള്ള, ഗുരുവായൂർ CI CR സന്തോഷ്, പാവർട്ടി SI S അരുൺ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ പ്രദീപ് കുമാർ, ലീഡിംഗ് ഫയർമാൻമാരായ MG രാജസുബ്രഹ്മണ്യൻ, PK ശരത്ചന്ദ്രബാബു, അഭിലാഷ് S നായർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘമാണ് വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെടുത്തത്. സമർത്ഥരും കായിക പ്രതിഭകളുമായ വിദ്യാർത്ഥികളുടെ മരണം വാഗ ചേലൂരിനെ ദുഃഖത്തിലാഴ്ത്തി. 2 വിദ്യാർത്ഥികൾ കുളത്തിൽ മുങ്ങിമരിച്ച ദുരന്ത വാർത്തയാണ് കേരളപ്പിറവി ദിനത്തിൽ പഞ്ചായത്തിനെ ഉണർത്തിയത്. വാഗ ശ്രീ കാർത്തിയായനി ക്ഷേത്രക്കുളത്തിലാണ് ഇന്ന് രാവിലെ ചേലൂർ നിവാസികളായ പ്രണവും ഗോകുൽ കൃഷ്ണയും മുങ്ങിമരിച്ചത്. പ്രണവ് ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വിദ്യാലയത്തിലെ ഈ വർഷത്തെ പഠനരംഗത്തെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാണ് പ്രണവെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും സാക്ഷ്യപ്പെടുത്തുന്നു. ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ രാജ്യ പുരസ്കാർ അവാർഡ് കരസ്ഥമാക്കിയ പ്രണവ് ഈ മാസം അവസാന വാരം തിരുവനന്തപുരത്ത് നടക്കുന്ന രാഷ്ട്രപതി സ്കൌട്ട് അവാർഡിനുള്ള ഒരുക്കത്തിലായിരുന്നു. വിദ്യാലയത്തിലെ കലാകായിക രംഗത്ത് ഏറെ സജീവമാണ് പ്രണവ്. മറ്റം സെന്റ് ഫ്രാൻസിസ് ബോയ്സ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗോകുൽ കൃഷ്ണ വിദ്യാലയത്തിലെ മികച്ച വിദ്യാർത്ഥി എന്നതിനു പുറമെ മികച്ച NCC കേഡറ്റ് കൂടിയാണ്. ബോൾ ബാഡ്മിന്റൺ മത്സരത്തിൽ സ്കൂൾ തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിച്ച് ഗോകുൽ കൃഷ്ണ മത്സരിച്ചിട്ടുണ്ട്. ചേലൂരിലെ ഗ്രാമവാസികളുടെയും വിദ്യാലയങ്ങളിലെ സഹപാഠികളുടെയും അധ്യാപകരുടെയും കണ്ണിലുണ്ണിയായിരുന്നു ഗോകുലും പ്രണവും. വിശ്വസിക്കാനാവാത്ത ഞെട്ടലോടെയാണ് ഈ 2 പൊന്നോമനകളുടെയും ദുരന്തവാർത്ത ഗ്രാമം ഏറ്റുവാങ്ങിയത്. TCV ന്യൂസ്, പാവറട്ടി. സംസ്ഥാനത്ത് മുങ്ങിമരണങ്ങൾ അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. മുങ്ങിമരണങ്ങൾക്കിരയാകുന്നവരിലേറെയും കുട്ടികളാണെന്നും വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ആലപ്പുഴ ചേർത്തലയിൽ 4 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചതിനു പുറകെ തൃശൂരിൽ മറ്റം വാഗയിൽ 2 വിദ്യാർത്ഥികൾ കൂടി സമാനമായ ദുരന്തത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. ഇത്തരം ദുരന്തങ്ങൾ തുടർക്കഥയാകുമ്പോഴും സമൂഹം ഇക്കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര അവബോധം ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.
നീന്തൽ അറിയുന്നവരും അറിയാത്തവരും ഒരുപോലെ ഇത്തരം അപകടങ്ങൾക്ക് ഇരകളാകുന്നു. നീന്തൽ പഠിക്കുന്നതിനിടെയും ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കടലിലും ക്ഷേത്രകുളങ്ങളിലും കോൾപ്പടവിലുമെല്ലാം കുളിക്കാനിറങ്ങുന്ന കൗമാരപ്രായക്കാരാണ് മുങ്ങി മരിക്കുന്നവരിൽ ഏറെയും. 10 വയസ്സിൽ താഴെയുള്ള കുരുന്നുകൾ പലപ്പോഴും മുതിർന്നവരുടെ അശ്രദ്ധ മൂലമാണ് ദുരന്തത്തിനിരകളാകുന്നത്. കൗമാരക്കാരും ചെറുപ്പക്കാരും അപകടത്തിൽപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണം അമിതാവേശത്തിലുള്ള എടുത്തുചാട്ടമാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മദ്യപിച്ച് കടലിലും കോൾപ്പടവിലുമെല്ലാം സംഘം ചേർന്ന് കുളിക്കാനിറങ്ങി അപകടം ക്ഷണിച്ചു വരുത്തുന്നവരും ഏറെയാണ്. മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നവരും പുഴയിലെയും മറ്റും അടിയൊഴുക്കുകളും അപകട സാധ്യതകളും തിരിച്ചറിയാത്തവരുമാണ് അപകടത്തിലേക്ക് എടുത്തുചാടുന്നത്. സംഘമായി കുളിക്കാനിറങ്ങുകയും നീന്തലറിയാതെ ആവേശത്തിന്റെ പേരിൽ വെള്ളത്തിലിറങ്ങുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളടക്കമുള്ളവരെ സ്കൂൾ തലം മുതൽ ബോധവൽക്കരിക്കാനും നീന്തൽ പാഠ്യവിഷയമാക്കാനും നടപടി വേണമെന്ന് ഈ വിഷയത്തിൽ സ്വന്തമായൊരു ബോധവൽക്കരണ ചിത്രമൊരുക്കിയ ഡേവിസ് മെണാലൂർ അഭിപ്രായപ്പെടുന്നു. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത്. അത് നീന്താൻ അറിയാത്തവരുണ്ട്, നീന്താൻ അറിയുന്നവർക്ക് പോലും കടലിൽ അപകടം സംഭവിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥ വളരെയധികം കണ്ടുവരുന്നതുകൊണ്ടാണ് ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ബോധവൽക്കരണ ചിത്രം തന്നെ അന്ന് നിർമ്മിക്കാൻ കാരണം. സ്കൂൾ തലത്തിൽ നിന്ന് അവരെ ബോധവൽക്കരിച്ച് കൊണ്ടുവരികയാണെങ്കിൽ, സ്കൂൾ തലത്തിൽ തന്നെ നീന്തൽ എന്നൊരു സംഭവം അവർക്ക് നിർബന്ധമാക്കുകയാണെങ്കിൽ ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കടലിലെ കാണാക്കായങ്ങൾ എന്ന പേരിൽ പുറത്തിറക്കിയ ഡോക്യുമെന്ററി മുങ്ങി മരണങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം കൂടിയാണ്. പത്മരാജിന്റെ 3-ാം പക്കം എന്ന സിനിമയിലേതുപോലെ ഉറ്റവരെ തീരാ ദുരിതത്തിലാഴ്ത്തി കടന്നുപോയ ഒട്ടേറെ ഇളം ജീവിതങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ചാവക്കാട് 2 വർഷം മുമ്പുണ്ടായ ദുരന്തത്തിൽ കടലിൽ നഷ്ടമായ യുവാക്കളുടെ മൃതദേഹം പോലും ലഭിക്കാതെ കണ്ണീരുണ്ടുറങ്ങുന്ന കുടുംബങ്ങളും ആവർത്തിക്കപ്പെടുന്ന ദുരന്തങ്ങളും നമുക്ക് പാഠമാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ബോധവൽക്കരണത്തിലൂടെയും കർശനമായ നിയന്ത്രണങ്ങളിലൂടെയും നീന്തൽ പഠനം പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിയും സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ജാഗ്രത കൂടി ഈ വിഷയത്തിലുണ്ടായാലേ ഇത്തരം ദുരന്തങ്ങൾ തുടച്ചു നീക്കാനാകൂ. TCV ന്യൂസ്, തൃശൂർ. ആരോപണമുണ്ടായാൽ മന്ത്രിമാർ രാജിവെക്കേണ്ടതില്ലെന്ന് ആദ്യം പറഞ്ഞത് EMSന്റെ കാലത്താണെന്ന് SJDU സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ പറഞ്ഞു. അരിമ്പൂരിൽ UDF തിരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റുകാർ എഴുത്തും വായനയും മറന്നതുകൊണ്ടാണ് ഇക്കാര്യം അറിയാതെ പോയത്. കമ്മ്യൂണിസ്റ്റുകാർ ഈ നിലയ്ക്ക് പോയാൽ കേരളത്തിൽ ഇങ്ങനെയൊരു പാർട്ടി പ്രവർത്തിച്ചിരുന്നുവെന്ന് ചരിത്രകാരന്മാർ എഴുതേണ്ട അവസ്ഥയുണ്ടാകുമെന്ന് വീരേന്ദ്രകുമാർ അഭിപ്രായപ്പെട്ടു. CPM അക്രമരാഷ്ട്രീയം കളിക്കുമ്പോൾ BJP ജനങ്ങളെ വർഗീയവൽക്കരിക്കാനാണ് നോക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് UDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള വിധിയെഴുത്തായിരിക്കുമെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. അങ്ങനെ ഒരു വിധിയൊക്കെ അല്ല രാജിവെക്കുക. ഇത് പറഞ്ഞ EMS ഉമ്മൻചാണ്ടിയല്ല. ഇപ്പോൾ എഴുത്തും വായനയൊക്കെ മാർക്സിസ്റ്റുകാരില്ലാത്തതുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CL ജോൺസൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CI സെബാസ്റ്റ്യൻ, അജി ഫ്രാൻസിസ്, ദിവാകരൻ കാണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അണ്ടത്തോട് കുമരംപടിയിൽ ലോറിയുടെ പിറകിൽ പിക്കപ്പ് വാൻ ഇടിച്ച് യുവാവ് മരിച്ചു. കുമരംപടിയിൽ ഐനിക്കൽ വീട്ടിൽ 32 വയസ്സുള്ള നസീറാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 5ഓടെയായിരുന്നു അപകടം. പിക്കപ്പ് വാനിലെ യാത്രക്കാരനായിരുന്നു നസീർ. അപകടത്തെ തുടർന്ന് പിക്കപ്പ് വാനിൽ കുടുങ്ങിയ നസീറിനെ 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിലാണ് അകലാട് നബവി പ്രവർത്തകരും വടക്കേക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് പുറത്തെടുത്തത്. ഗുരുതരമായി പരിക്കേറ്റ നസീറിനെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുന്നംകുളം കൊരട്ടിക്കര പമ്പിനു സമീപം നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. പെരിന്തൽമണ്ണ സ്വദേശി തോണംതൊടി വീട്ടിൽ ഷൌക്കത്ത് അലി മകൻ 22 വയസ്സുള്ള അർഷാദ് ഹംസയാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 12ഓടെയായിരുന്നു അപകടം. തുടർന്ന് പരിസരത്തുണ്ടായിരുന്നവർ അർഷാദിനെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജ്യത്തെ ജനങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും BJPക്ക് വിരോധമില്ലെന്ന് BJP നേതാവ് O രാജഗോപാൽ പറഞ്ഞു. മാളയിൽ നടന്ന BJP തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒത്തുകളിച്ച് കേരളത്തിൽ മാറി മാറി ഭരിച്ച് ഉപജീവനം നടത്തുകയാണ്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ ഉപദേഷ്ടാവ് പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മതസാമുദായിക ശക്തികളെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസും CPMഉം കേരളത്തിൽ വിജയിച്ചത്. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും അങ്ങോട്ടുമിങ്ങോട്ടും വോട്ട് മാറ്റിക്കൊടുക്കുന്നതുകൊണ്ടാണ് കേരളത്തിൽ പരിവർത്തനം നടക്കാത്തത്. രാജ്യത്തെ പരിവർത്തനത്തിന്റെ പ്രസവവേദനയാണ് ഈ തെരഞ്ഞെടുപ്പ്. അനുകൂല സാഹചര്യങ്ങൾ ദൈവം തന്നിട്ടും ചെകുത്താന്മാർ കേരളം ഭരിച്ചതിനാലാണ് പരിവർത്തനം ഉണ്ടാകാതിരുന്നതെന്ന് രാജഗോപാൽ പറഞ്ഞു. ഈ രാജ്യത്തിലെ ജനങ്ങൾ എന്ത് ആഹരിക്കണം, എന്ത് കഴിക്കണം, ഒരു നിർബന്ധമില്ല. ഡൽഹിയിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി സോണിയാഗാന്ധിയുടെ
മുഖ്യ ഉപദേഷ്ടാവ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലവൻ ശ്രീ യെച്ചൂരി. കെ എം മാണിക്കെതിരെ കോടതി വിധി വന്നപ്പോഴാണ് അക്കാര്യം മറയ്ക്കാൻ ശാശ്വതികാനന്ദയുടെ മരണത്തിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ചതെന്നും രാജഗോപാൽ കൂട്ടിച്ചേർത്തു. ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സി എം സദാശിവൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ജോസഫ് പടമാടൻ, എം ജി പ്രശാന്ത് ലാൽ എന്നിവർ സംസാരിച്ചു. വെല്ലുവിളികളുണ്ടെങ്കിലും മലയാള ഭാഷ ദുരന്തമുഖത്താണെന്ന ചിന്ത അസ്ഥാനത്താണെന്ന് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാർ അഭിപ്രായപ്പെട്ടു. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല, കേരള സാഹിത്യ അക്കാദമി എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ സംഘടിപ്പിച്ച മലയാള ഭാഷാ ദിനാഘോഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കെ ജയകുമാർ. മലയാള ഭാഷ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മലയാളം വിസ്മരിച്ച് ഇംഗ്ലീഷിന് പിന്നാലെ പായുന്ന മലയാളിയുടെ മനോഭാവമാണ്. 14 ജില്ലകളിലും പ്രാദേശിക ഭാഷാ സർവേകൾ നടത്തുമെന്ന് കെ ജയകുമാർ പറഞ്ഞു. ഇതിന്റെ ആദ്യ ചടങ്ങ് മലപ്പുറം ജില്ലയിൽ നടന്നുകഴിഞ്ഞു. ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സമഗ്ര മലയാളം നിഘണ്ടു സർവകലാശാല പുറത്തിറക്കും. മറുനാടൻ മലയാളികൾക്കായുള്ള ഭാഷാ പഠന ഓൺലൈൻ കോഴ്സ് ജനുവരിയിൽ ആരംഭിക്കും. ഹെർമൻ ഗുണ്ടർട്ടിന്റെ പേരിൽ ജർമ്മനിയിൽ അദ്ദേഹം പഠിച്ച സർവകലാശാലയിൽ മലയാള പഠനത്തിനായി പ്രത്യേക വിഭാഗം ആരംഭിക്കാൻ ധാരണയായിട്ടുണ്ടെന്നും ജയകുമാർ പറഞ്ഞു. സാഹിത്യ അക്കാദമിയുടെ നേതൃത്വത്തിൽ മലയാള സാഹിത്യ ചരിത്രം പുറത്തിറക്കുമെന്ന് അക്കാദമി ചെയർമാൻ പെരുമ്പടവൻ ശ്രീധരൻ മലയാള ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഭാഷയുടെ മഹത്വം അളക്കേണ്ടത് ആ ഭാഷയിലിറങ്ങുന്ന സാഹിത്യ സൃഷ്ടികളുടെ മൂല്യം പരിഗണിച്ചുകൊണ്ടാകണം. മലയാളം പഠിച്ചാൽ ഉദ്യോഗം കിട്ടാൻ സാധ്യതയില്ലെന്ന മിഥ്യാധാരണ തിരുത്തേണ്ടതാണെന്നും പെരുമ്പടവൻ പറഞ്ഞു. സാഹിത്യ അക്കാദമി സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണൻ, പ്രൊഫസർ കെ എം ഭരതൻ, പ്രൊഫസർ എം ശ്രീനാഥൻ, സാഹിത്യകാരൻ അക്ബർ കക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. പ്രാദേശിക ഭാഷാഭേദങ്ങളെ സംബന്ധിച്ച മലയാള സർവകലാശാലയുടെ സർവേ റിപ്പോർട്ട് ചടങ്ങിൽ പ്രകാശനം ചെയ്തു. മലയാള സർവകലാശാല സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തുഞ്ചത്തെഴുത്തച്ഛൻ പ്രഭാഷണം പ്രശസ്ത സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ശിവ് വിശ്വനാഥ് നിർവഹിച്ചു. എൻ വി കൃഷ്ണവാര്യർ ജന്മശതാബ്ദി ആഘോഷം, കാവ്യാർച്ചന എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. കേരളത്തിൽ കാലാകാലങ്ങളായി അധികാരത്തിലേറുന്ന UDF, LDF മുന്നണികളെ നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ പറഞ്ഞു. BJP വാടാനപ്പള്ളി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJPയുടെ ശക്തമായ സാന്നിധ്യം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിന് തുല്യമാകും. സംഘടനാപരമായ പ്രവർത്തനത്തെക്കാൾ കേരളത്തിലെ മാറിയ സാഹചര്യങ്ങളാണ് BJPയുടെ മുന്നേറ്റത്തിന് ഇടയാക്കിയത്. മുന്നോക്കക്കാരും പിന്നോക്കക്കാരും ഒരുപോലെയാണ് ഇത്തവണ BJPക്കൊപ്പം അണിനിരക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്നും വി മുരളീധരൻ പറഞ്ഞു. BJP വാടാനപ്പള്ളി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സന്തോഷ് പണിക്കശ്ശേരി അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ സെക്രട്ടറിമാരായ ജസ്റ്റിൻ ജേക്കബ്, സേവ്യൻ പള്ളത്ത്, സർജു തോയക്കാവ്, KV വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ഇടിമിന്നലേറ്റ് തൊഴിലാളി മരിച്ചു. തമിഴ്നാട് കടലൂർ സ്വദേശി 51 വയസ്സുള്ള കലിയാമൂർത്തിയാണ് മരിച്ചത്. ചാഴൂർ കുഞ്ഞാലക്കൽ പാടത്ത് പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സംഭവം. കൂടെ ഉണ്ടായിരുന്ന 3 തൊഴിലാളികൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മൃതദേഹം തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മേത്തല എൽത്തുരുത്തിൽ പനി ബാധിച്ച് വീട്ടമ്മ മരിച്ചു. തെരുവിൽ പടിഞ്ഞാറ്റേടത്ത് സന്തോഷ് ഭാര്യ 35 വയസ്സുള്ള ബബിതയാണ് മരിച്ചത്. 4 ദിവസമായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കുടുംബശ്രീ CDS ഭാരവാഹി കൂടിയാണ് ബബിത. പൈങ്കോട് മിനി ഇന്റർസ്പേസ് പ്ലാസ്റ്റിക് കമ്പനിയിലെ സുരക്ഷാ ജീവനക്കാരനെ മർദ്ദിച്ച സംഭവത്തിൽ 7 പേർ അറസ്റ്റിൽ. ഒല്ലൂർ പൊന്നാപുരം വീട്ടിൽ രവിയെ ആക്രമിച്ച സംഭവത്തിലാണ് പ്രായപൂർത്തിയാകാത്ത 7 പേരെ ഇരിങ്ങാലക്കുട SI MJ ജിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കമ്പനിയിലെ ജീവനക്കാരിയുമായി ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു രവിക്കെതിരെ ആക്രമണം നടന്നത്. ഇരുകാലുകൾക്കും പരിക്കേറ്റ ഇയാൾ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇനി ജനവിധി. അണികളും സ്ഥാനാർത്ഥികളും പ്രചാരണത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക്. പ്രചാരണത്തിന്റെ അവസാന ഞായറാഴ്ച വാഹന പ്രചാരണങ്ങളും പദയാത്രകളും റോഡ് ഷോകളുമായി നാടുണർത്തുന്ന തെരഞ്ഞെടുപ്പ് ആവേശമായിരുന്നു എങ്ങും പ്രകടമായത്. തെരഞ്ഞെടുപ്പ് മാവിനിയിൽ ഊഷ്മാവ് ഉയരുക തന്നെയാണ്. ഇടവിട്ട് പെയ്യുന്ന മഴ ആവേശത്തെ അല്പം തണുപ്പിക്കുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥികളെയും അണികളെയും അതൊന്നും ബാധിച്ച മട്ടില്ല. പ്രചാരണത്തിനായി ലഭിച്ച അവസാന അവധി ദിനം ആഘോഷിക്കാൻ മത്സരിക്കുകയായിരുന്നു ഏവരും. ശബ്ദപ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയതോടെ നാടെങ്ങും തെരഞ്ഞെടുപ്പിന്റെ ഉത്സവലഹരി പടർന്നു കഴിഞ്ഞു.
നാട്ടുകാരുടെ കണ്ണിലുണ്ണിയും ജനപ്രിയനും ജനസേവകനുമായ സഖാവ് വേദകുമാർ എന്ന കണ്ണന് ഇനിയുള്ള 2 ദിനരാത്രങ്ങളിൽ ജനമനസ്സുകളിലേക്ക് സ്ഥാനാർത്ഥികളെയും പാർട്ടി ചിഹ്നങ്ങളെയും പരമാവധി പ്രതിഷ്ഠിക്കാനുള്ള നെട്ടോട്ടമാകും പ്രകടമാവുക. 2-3 വട്ടം വീട്ടിലെത്തി വോട്ടഭ്യർത്ഥന നടത്തിയവർ അവസാന ദിനങ്ങളിൽ റോഡ് ഷോകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. നിഷ്പക്ഷ വോട്ടർമാർ പ്രചാരണത്തിന്റെ അവസാന ദിനങ്ങളിലാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനത്തിലെത്തുക എന്നതിനാൽ സ്ഥാനാർത്ഥികളെയും വോട്ട് ചെയ്യേണ്ട ചിഹ്നങ്ങളെയും പരമാവധി ഉയർത്തിക്കാട്ടാനുള്ള തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പാർട്ടി ചിഹ്നങ്ങൾ പതിച്ച അലങ്കാരങ്ങളും ഉയർന്നു കഴിഞ്ഞു. ജനാധിപത്യത്തിന്റെ മഹത്തായ ആഘോഷത്തെ ഉത്സവഛായയോടെ വരവേൽക്കാൻ നാടിനൊപ്പം പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ മനസ്സും അണിഞ്ഞൊരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ആവിഷ്കരിച്ച നിരവധി സിനിമകൾ മലയാളത്തിലിറങ്ങിയിട്ടുണ്ട്. സന്ദേശം മുതൽ വെള്ളിമൂങ്ങ വരെയുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും രാഷ്ട്രീയക്കാരന്റെ പ്രവർത്തനങ്ങളെയും രസകരമായി ആവിഷ്കരിച്ചവയാണ്. കണ്ണിലുണ്ണിയായ യശ്വന്ത് സഹായ് ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. സന്ദേശം എന്ന ചിത്രത്തിൽ ഇന്നസെന്റ് അവതരിപ്പിച്ച യശ്വന്ത് സഹായിയുടെ പ്രചരണ പ്രവർത്തനങ്ങളും വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ച് ശങ്കരാടിയുടെ കുമാരപ്പിള്ള നടത്തുന്ന തെരഞ്ഞെടുപ്പ് തോൽവി വിശദീകരണവുമെല്ലാം ഇന്നും പ്രേക്ഷകർ ആസ്വദിച്ച് ചിരിക്കുന്ന രംഗങ്ങളാണ്. വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? തൃശൂരിന്റെ അഭിമാനമായ സത്യനാന്തിക്കാടിന്റെ പല ചിത്രങ്ങളും ഇത്തരത്തിലുള്ള പ്രാദേശിക രാഷ്ട്രീയത്തിലെ നർമ്മ മുഹൂർത്തങ്ങളാൽ സമ്പന്നമാണ്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിലെ ഐമനം സിദ്ധാർത്ഥൻ എന്ന രാഷ്ട്രീയക്കാരന്റെ ജീവിതവും അതിലെ നേതാവ് എന്ന ഗാനവും ഏറെ ഹൃദ്യമായ കാഴ്ചകളാണ്. നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന ചിത്രത്തിലും മനസ്സിനക്കരയിലെ കവലപ്രസംഗത്തിലുമെല്ലാം സത്യനാന്തിക്കാട് ഇത്തരം നർമ്മ മുഹൂർത്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ മഹാൻ കണ്ട സ്വപ്നം എന്തായിരുന്നു? ആ മഹാൻ കണ്ട സ്വപ്നം എന്നൊന്ന് പറഞ്ഞേ. മദ്യവിമുക്തമായ ഒരു ഇന്ത്യ. കാഴ്ചയ്ക്കപ്പുറം ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ഭൂമിയിലെ രാജാക്കന്മാർ, ടി.വി. തോമസിന്റെയും കെ.ആർ. ഗൗരിയമ്മയുടെയും ജീവിതമാവിഷ്കരിച്ച ലാൽ സലാം, ശ്രീനിവാസൻ ക്യൂബ മുകുന്ദനെ അവതരിപ്പിച്ച അറബി കഥ, ബാലചന്ദ്രമേനോന്റെ നയം വ്യക്തമാക്കുന്നു, ജഗദീഷിന്റെ സ്ഥലത്തെ പ്രധാന പയ്യൻസ്, തലസ്ഥാനം, അദ്വൈതം എന്നീ ഒട്ടേറെ ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും അവതരിപ്പിക്കുന്നവയാണ്. ലാൽ ജോസിന്റെ ക്ലാസ്മേറ്റ്സിലെ ക്യാമ്പസ് തെരഞ്ഞെടുപ്പും വോട്ട് എന്ന് തുടങ്ങുന്ന ഗാനവും മലയാളി ഇന്നും മറന്നിട്ടില്ല. ഈ ശ്രേണിയിലെ അവസാന അധ്യായമാണ് വെള്ളിമൂങ്ങ എന്ന ചിത്രം. ജിബു ജേക്കബ് സംവിധാനം ചെയ്ത് തൃശൂരിന്റെ സ്വന്തം ബിജു മേനോൻ അവതരിപ്പിച്ച മാമച്ചൻ എന്ന രാഷ്ട്രീയക്കാരൻ ചിരിയിൽ പൊതിഞ്ഞ ഓർമ്മയാണ് മലയാളിക്ക്. രാഷ്ട്രീയക്കാരന്റെ എല്ലാ കർമ്മകുശലതയും ജാടകളും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമെല്ലാം രസകരമായി ആവിഷ്കരിച്ച ഈ ചിത്രത്തിലെ നർമ്മ മുഹൂർത്തങ്ങളും മാവേലിക്ക് ശേഷം എന്ന് തുടങ്ങുന്ന ഗാനവുമെല്ലാം ഒരു കാരിക്കേച്ചർ സ്വഭാവത്തോടെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും വരച്ചുവെക്കുന്നു. നേരുമറച്ചവരാണല്ലോ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിലെ പ്രധാന വിഷയങ്ങൾ ഉൾപ്പെടുത്തി ടി.സി.വി. പോരാട്ടം തത്സമയ സംവാദ പരിപാടി തൃശൂരിൽ സംഘടിപ്പിച്ചു. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും പൊതുജനങ്ങളും പങ്കെടുത്ത സംവാദത്തിൽ യു.ഡി.എഫിനു വേണ്ടി കോൺഗ്രസ് നേതാവ് അനിൽ അക്കര, എൽ.ഡി.എഫിനു വേണ്ടി സി.പി.ഐ നേതാവ് കെ. രാജൻ, ബി.ജെ.പി. പ്രതിനിധിയായി യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. അനീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ജില്ലയിലെ പ്രാദേശിക വിഷയങ്ങളോടൊപ്പം സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിലെ ചലനങ്ങളും തെക്കേ ഗോപുരനടയിൽ നടന്ന സംവാദത്തിൽ ചൂടേറിയ ചർച്ചയായി. ചോദ്യശരങ്ങളുമായി പൊതുജനങ്ങളും ആവേശത്തോടെ പങ്കുചേർന്നു. പോരാട്ടം ടി.സി.വി. തത്സമയം സംപ്രേഷണം ചെയ്തു. സ്വാഭാവികമായും ലാലൂരിൽ മാലിന്യം സംസ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലാലൂരിലെ മുഴുവൻ ആളുകളും സമരത്തിലേക്ക് പോയത്. അതിന് ബദലായി ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി. ഘട്ടം ഘട്ടമായി തൃശ്ശൂരിലെ മാലിന്യ വിഷയങ്ങൾ തീർത്തുകൊണ്ടുവരികയാണ്. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ ഈ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങൾക്ക് ഒരു കൈപ്പട പറ്റി. അത് മാറ്റിയെടുക്കും ഇത്തവണ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ജില്ലാ പഞ്ചായത്തുകൾക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 1999 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അനുവദിച്ച ഭരണത്തിന്റെയും ധനകാര്യത്തിന്റെയും സാങ്ഷൻ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യില്ലേ? ഈ തെരഞ്ഞെടുപ്പിലും ഈ വികസന കാര്യങ്ങളൊന്നുമല്ല ഇവർ ചർച്ച ചെയ്ത്. പോത്ത് രാഷ്ട്രീയം, ദളിത പീഡനം തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. തൃശൂർ മുനിസിപ്പാലിറ്റിയുടെ 2 ഇരട്ടി ഭൂവിസ്തൃതിയുള്ള പ്രദേശങ്ങൾ ചേർത്ത് വന്നപ്പോ ഇനി ഇലക്ഷൻ നാട്ടുകൂട്ടം.
ഇരുവഴിഞ്ഞിപ്പുഴയും മൊയ്തീനും കാഞ്ചനയുമെല്ലാം മലയാളക്കരയുടെ മനസ്സിൽ നിറഞ്ഞൊഴുകുമ്പോൾ കടത്തുവഞ്ചിയിലെ നാട്ടുവിശേഷങ്ങളും ജനകീയ ആവശ്യങ്ങളും നാട്ടുകൂട്ടം ചർച്ച ചെയ്യുകയാണ്. മൊയ്തീനും കാഞ്ചനയും കേരളക്കരയാകെ നിറഞ്ഞു നിൽക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന്റെ ചൂടും ചർച്ചയും കടത്തുവഞ്ചിയിൽ നിറയുകയാണ്. ഇന്നത്തെ നാട്ടുകൂട്ട വിശേഷങ്ങൾ കടത്തുവഞ്ചിയിൽ നിന്നാകട്ടെ. എല്ലാവർക്കും കുടിവെള്ളത്തിന്റെ പ്രശ്നം തന്നെയാണ് ഈ തീരദേശവാസികളെല്ലാവരും പറയുന്നത്. പക്ഷേ 10-20 വർഷത്തോളമായിട്ട് മാറി മാറി ഭരിച്ചു വന്നിരുന്ന ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെ ഇതുവരയ്ക്കും ശുദ്ധജല ക്ഷാമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ലെന്നാണ് പറയുന്നത്. കുടിവെള്ളത്തിന്റെ വലിയ വിഷയം നമ്മുടെ തീരദേശത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തെരുവുകളും കാര്യങ്ങളൊക്കെ സമയം കത്തിക്കുക, അവരുടെയും കാര്യങ്ങളൊക്കെ സൃഷ്ടാന്തി കാണിക്കുന്നു. ഒരു മാറ്റം വരണം. കുടിവെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ഇതുവരെയും ശരിക്കായിട്ട് നേടിയെടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. വളരെയധികം പോരായ്മകൾ ഇന്നവരെ ഭരിച്ചിട്ടുള്ള ഓരോ ഭരണകർത്താക്കളും ഓരോ പഞ്ചായത്തിൽ ഭരിച്ചിരുന്നപ്പോഴും വളരെയധികം അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നേ വരെ ഒരു ശാശ്വത പരിഹാരം കുടിവെള്ളത്തിന്റെ പ്രശ്നത്തിലായാലും മറ്റേ റോഡ് വികസനത്തിന്റെ പ്രവർത്തനമായാലും വളരെയധികം അപാകതകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചേഞ്ച് വരലൊക്കെ ഇന്ന് ഈ നാടിന്റെ ആവശ്യമാണല്ലോ. പുരുഷന്മാരിനടക്കം സ്ത്രീകളും ഭരിക്കാന്നുള്ളത്. കുടിവെള്ളമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു മാസം കഷ്ടി കിട്ടുമല്ലോ ഇവിടെ നമുക്ക് ഉപയോഗിക്കുക. നമുക്ക് പഞ്ചായത്തിൽ നിന്ന് പെരയില്ല കുടിയിൽ ഒന്നുമില്ല. ഒരു വോട്ട് വീടായി എടുക്കുന്നുണ്ട് ഇവിടെ. ഒരു മാറും ചെയ്തേരാ പഞ്ചായത്തിൽ നിന്ന്. മത്സ്യത്തൊഴിലാളി 100 രൂപ ആരെങ്കിലും ഉണ്ടായില്ല. എന്റെ മക്കളായിട്ട് ഞാനായിട്ടൊക്കെ വെള്ളത്തിൽ മീൻ പണിക്കാരാ. വോട്ട് കിട്ടാൻ വേണ്ടിട്ട് പാറി കിടക്കണ്. 5000 രൂപ 16 രൂപ ആരും അവർക്ക് വോട്ട് ചെയ്യും. ടൂറിസമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കണ്ടശാങ്കടവ് കനോലി കനാല് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളതാണ്. അത് വരും എന്നുള്ളൊരു ഒരുപാട് റോഡുകൾ പഞ്ചായത്തിന്റെ തീരദേശ റോഡുകൾ വളരെയധികം ശോചനീയമായ രീതികളാണ്. അവർ ശ്രദ്ധിക്കാറില്ല റോഡിന്. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ മാറ്റം അനിവാര്യമാണ്. ജനവിധിയിൽ ഇനി തദ്ദേശം. പാറളം പഞ്ചായത്ത് നിലവിൽ UDF ആണ് ഭരിക്കുന്നത്. 15 വാർഡുകളുള്ള പാറളം പഞ്ചായത്തിന്റെ വിസ്തീർണം 17.04 ചതുരശ്ര കിലോമീറ്ററാണ്. ആകെ ജനസംഖ്യ ഏകദേശം 20,000-ഓളം വരും. പാറളം, പള്ളിപ്പുറം, കോടന്നൂർ, വെങ്ങിണിശ്ശേരി എന്നീ 4 വില്ലേജുകളിലായി പാറളം പഞ്ചായത്ത് വ്യാപിച്ചു കിടക്കുന്നു. കോൺഗ്രസ് 8, LDF 7 എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കക്ഷിനില. ഇത്തവണ അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിനാണ്. പ്രധാന റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാക്കി. പട്ടികജാതി വിഭാഗത്തിന്റെ വിദ്യാർത്ഥികളടക്കം എല്ലാവർക്കും ആനുകൂല്യങ്ങൾ. ഹോമിയോ ഡിസ്പെൻസറി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പര്യാപ്തത, അർഹരായ എല്ലാവർക്കും പെൻഷൻ തുടങ്ങിയവ ഭരണസമിതിയുടെ നേട്ടങ്ങളായി ഉയർത്തിക്കാട്ടുമ്പോൾ വൻ അഴിമതിയാണ് പഞ്ചായത്തിൽ നടന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മാലിന്യ നിർമ്മാർജ്ജനം നടത്തുന്നതിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കിയെങ്കിലും പദ്ധതി പ്രാവർത്തികമായില്ല. പകർച്ചവ്യാധി തടയുന്നതിന് വേണ്ട ഒരു നടപടിയും നടപ്പിലാക്കുന്നില്ല. നിരവധി റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താതെ സഞ്ചാരയോഗ്യമല്ലാതെയാണ് കിടക്കുന്നത്. ഗവൺമെന്റ് ആശുപത്രികളിൽ യഥാക്രമം സേവനം ലഭിക്കുന്നില്ല. വൻതോതിൽ കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു തുടങ്ങിയവ ഭരണസമിതിയുടെ പരാജയങ്ങളായി ഇടതുപക്ഷം എടുത്തു പറയുന്നു. BJPയും ഇത്തവണ ശക്തമായ സാന്നിധ്യമായി പഞ്ചായത്തിലുണ്ട്. വേളൂക്കര പഞ്ചായത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ 12 സീറ്റ് നേടിയാണ് UDF വിജയിച്ചത്. 25 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പഞ്ചായത്തിൽ ആകെ 23,436 വോട്ടർമാരാണ് ഉള്ളത്. ആകെ വാർഡുകൾ 18, UDF 12, LDF 6. നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി ഭരണപക്ഷം അവകാശപ്പെടുന്നു. 2.5 കോടിയുടെ നീർത്തട വികസന പദ്ധതികൾ, റോഡുകളുടെ പുനർനിർമ്മാണം എന്നിവ ഇതിൽപ്പെടുന്നു. പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് പദ്ധതികൾ ആവിഷ്കരിക്കാത്തതിനാൽ പഞ്ചായത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്നതായി പ്രതിപക്ഷം ആരോപിക്കുന്നു. കാർഷിക മേഖലയിൽ ഉൽപാദന മേഖലയ്ക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിന് കുറവ് വരുത്തി. അശാസ്ത്രീയമായ രീതിയിൽ കെട്ടിട നികുതി വർധന നടപ്പിലാക്കി. പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഇങ്ങനെ നീളുന്നു. ഇരു മുന്നണികളും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെന്ന് BJP ആരോപിക്കുന്നു.
കഴിഞ്ഞ 5 വർഷമായി പഞ്ചായത്തിനെ ഭരണസമിതി പിന്നോട്ടടിച്ചതായും അവർ ആരോപിച്ചു. വരുന്ന തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ ശക്തമായ സാന്നിധ്യമാക്കാനാണ് BJPയുടെ ശ്രമം. സമഗ്രമായ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുക, ഇടമലയാർ പ്രൊജക്ടിന്റെ ഭാഗമായി കടപ്പശ്ശേരി ബ്രാഞ്ച് കനാൽ നിർമ്മാണം പൂർത്തിയാക്കി വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണുക, കൊറ്റനല്ലൂർ ബ്രാഞ്ച് കനാലിലൂടെ വഴിക്കിരിച്ചിറയിലേക്ക് തുടർച്ചയായി വെള്ളം എത്തിക്കുക, പഞ്ചായത്ത് പൊതുശ്മശാനം ആധുനിക രീതിയിൽ നിർമ്മിച്ച് ഉപയുക്തമാക്കുക, മാലിന്യ സംസ്കരണത്തിന് പദ്ധതി തയ്യാറാക്കുക, തരിച്ചുകിടക്കുന്ന നെൽവയലുകൾ കൃഷിയോഗ്യമാക്കുക തുടങ്ങിയവ ജനങ്ങൾ ഉയർത്തുന്ന പ്രധാന ആവശ്യങ്ങളാണ്. 1953 രൂപീകൃതമായ ചേർപ്പ് പഞ്ചായത്തിൽ ഇത്തവണ ശക്തമായ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. നിലവിൽ UDF ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത്. 21 വാർഡുകളുള്ള ചേർപ്പ് പഞ്ചായത്തിന്റെ വിസ്തീർണം 20.88 ചതുരശ്ര കിലോമീറ്ററാണ്. ആകെ ജനസംഖ്യ ഏകദേശം 33,800 വരും. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ചേർപ്പ് ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് 14, LDF 5, സ്വതന്ത്രർ 2 എന്നിങ്ങനെയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കക്ഷിനില. സ്വർണ്ണഗ്രാമം, ഫർണിച്ചർ ഗ്രാമം, ദാരുശില്പികളുടെ ഗ്രാമം എന്നിങ്ങനെ വിവിധ പേരുകളിൽ പ്രശസ്തിയുള്ള ചേർപ്പ് പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഭരണപക്ഷം ഉയർത്തുന്നത്. 34 ലക്ഷം ചെലവഴിച്ച് 2 ഫ്ളാറ്റുകൾ നിർമ്മിച്ചു. ആയുർവേദ ആശുപത്രി കെട്ടിടം പണിതു. കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ചു. പഞ്ചായത്തിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും തെരുവുവിളക്കുകൾ സ്ഥാപിച്ചു. തുടങ്ങിയവ നേട്ടങ്ങളായി ഭരണസമിതി അവകാശപ്പെടുന്നു. എന്നാൽ പഞ്ചായത്തിലെ ചന്ത, കമ്മ്യൂണിറ്റി ഹാൾ, മൈതാനം എന്നിവ ശോചനീയാവസ്ഥ പരിഹരിക്കാനായില്ല. അഴിമതിയുടെ വേദിയായ മിത്രാനന്തപുരം ലിഫ്റ്റ് ഇറിഗേഷനിൽ ലക്ഷങ്ങൾ തുളച്ചു. മാലിന്യ സംരക്ഷണത്തിന് ലക്ഷങ്ങൾ ചിലവഴിച്ചു. പേരിന് പോലും ഒരു പദ്ധതിയും നിലവിലില്ല. റോഡുകളുടെ ശോചനീയാവസ്ഥ തുടങ്ങിയവ ഭരണസമിതിയുടെ വൻ പരാജയങ്ങളാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇടതുപക്ഷത്തിനെ കൂട്ടുപിടിച്ച് അഴിമതി നിറഞ്ഞ ഭരണമാണ് UDF കാഴ്ചവെച്ചതെന്ന് BJP ആരോപിക്കുന്നു. ഇത്തവണ തങ്ങൾ ഈ പഞ്ചായത്തിൽ അക്കൌണ്ട് തുറക്കുമെന്നും ഭരണം നേടുമെന്നുമുള്ള പ്രതീക്ഷയിലാണ് BJP. ജനങ്ങൾക്ക് പറയാനുള്ളത് ഇവയാണ്: സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം, തെരുവ് നായ്ക്കളിൽ നിന്ന് സംരക്ഷണം, സർക്കാർ ആശുപത്രി പ്രവർത്തനം, കുടിവെള്ളക്ഷാമം തുടങ്ങിയവ പരിഹരിക്കണം എന്നിവയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിലെ തോളൂർ ഗ്രാമപഞ്ചായത്ത് കാർഷിക പ്രാധാന്യമുള്ള ഗ്രാമമാണ്. തോളൂർ ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ളത് 15,000-ൽ പരം വോട്ടർമാർ. ആകെയുള്ള 13 വാർഡുകളിൽ കോൺഗ്രസ് 8, കേരള കോൺഗ്രസ് 1, CPM 4 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ തവണ SC ജനറൽ വിഭാഗത്തിനായിരുന്നു പ്രസിഡന്റ് സ്ഥാനമെങ്കിൽ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനം വനിതാ ജനറൽ വിഭാഗത്തിനാണ്. നിലവിലുള്ള ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി UDF അംഗങ്ങൾ അവകാശപ്പെടുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 20 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കുകയുണ്ടായി. ഗ്രാമീണ റോഡുകൾ ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കുകയും വഴിവിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു. സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി വഴി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും പെൻഷൻ ലഭ്യമാക്കി. സ്വാശ്രയ കുടിവെള്ള പദ്ധതി വഴി കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തി എന്നിങ്ങനെ ഭരണപക്ഷം അവകാശപ്പെടുന്നു. എന്നാൽ തോളൂർ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവും മൂലം കഴിഞ്ഞ 5 വർഷം വികസന മുരടിപ്പിന്റേതായിരുന്നുവെന്ന് ഇടതുമുന്നണി ആരോപിച്ചു. മോഞ്ചിറ പടവ് തരിശു കൃഷിക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് തനത് ഫണ്ടിലേക്ക് ലഭിക്കേണ്ട 1/2 കോടിയോളം രൂപ UDF ഭരണസമിതി നഷ്ടപ്പെടുത്തി. കഴിഞ്ഞ 2 വർഷമായി മേഞ്ചിറ പടവിൽ കൃഷി ഇറക്കുന്നില്ല തുടങ്ങിയവ ഇടതുമുന്നണി നേതാക്കൾ ആരോപിച്ചു. തോളൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ UDF ഭരണം പൂർണ്ണ പരാജയമായിരുന്നുവെന്ന് BJP ആരോപിച്ചു. ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇവയാണ്: ജലസ്രോതസ്സുകളിൽ നിന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ വഴി കരകൃഷിക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കണം. മേഞ്ചിറ പടവിൽ മുടങ്ങിയ തരിശു കൃഷി പുനരാരംഭിക്കാൻ അടിയന്തര നടപടി വേണം. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും കാർഷിക വിളകൾക്ക് സംഭരണ വിപണന കേന്ദ്രം ആരംഭിക്കുകയും വേണം. പൊതുശ്മശാനം നവീകരിച്ച് ഗ്യാസിലോ വൈദ്യുതിയിലോ പ്രവർത്തിക്കുന്ന ക്രിമിറ്റോറിയമായി മാറ്റണം. തോളൂർ ഗ്രാമപഞ്ചായത്തിനെയും എളവള്ളി ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് എടക്കളത്തൂർ വാഗ പാലം നിർമ്മാണം നടപ്പിലാക്കണം. ഇങ്ങനെ നീളുന്നു വോട്ടർമാരുടെ ആവശ്യങ്ങൾ. 25,000-ൽ പരം ജനസംഖ്യയുള്ള പടിയൂർ പഞ്ചായത്തിൽ 14 വാർഡുകളാണ് ഉള്ളത്. അധ്യക്ഷസ്ഥാനം വനിതാ സംവരണമായിരുന്ന പഞ്ചായത്ത് ഇക്കുറി ജനറലാണ്. നിലവിൽ CPM-ന് 6, CPI-ക്ക് 4, UDF-ന് 4 അംഗങ്ങളാണുള്ളത്. നെൽകൃഷിക്കും കരകൃഷിക്കും ഒരുപോലെ ഊന്നൽ നൽകുന്ന പടിയൂരിൽ കുടിവെള്ളമാണ് മുഖ്യ പ്രശ്നം. അതുകൊണ്ട് തന്നെ കുടിവെള്ളത്തിനായി ചെയ്ത പദ്ധതികളാണ് ഭരണപക്ഷത്തിന്റെ പ്രധാന തുറുപ്പുചീട്ട്. സമഗ്ര കുടിവെള്ള വിതരണ പദ്ധതി പ്രകാരം ജലസംഭരണി പണിയുന്നതിനായി സ്ഥലം വാങ്ങി വാട്ടർ അതോറിറ്റിക്ക് നൽകി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ 160 കിടപ്പ് രോഗികൾക്ക് സാന്ത്വനം നൽകി. ഹോമിയോ ആശുപത്രി നിർമ്മിച്ചു. സമ്പൂർണ്ണ പെൻഷൻ പദ്ധതി പ്രകാരം 1.4 കോടി രൂപ വിതരണം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 2262 കുടുംബങ്ങൾക്ക് ആശ്വാസം പകർന്നു. ഇത് പരിഗണിച്ച് ബ്ലോക്കിൽ പലതവണ 1ാം സ്ഥാനം നേടി. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കി.
സ്ട്രീറ്റ് ലൈറ്റുകൾ ഗ്രാമീണ റോഡുകളിലടക്കം സ്ഥാപിച്ചു തുടങ്ങിയവ പ്രധാന വികസന പ്രവർത്തനങ്ങളായി ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ 2008 ഗുണഭോക്താക്കൾക്കായി വാട്ടർ അതോറിറ്റിയിൽ തുക അടച്ചിട്ടും 2015 പോലും ഒരാൾക്കെങ്കിലും വാട്ടർ കണക്ഷൻ നൽകാൻ കഴിയാത്ത കഴിവുകെട്ട ഭരണമായിരുന്നു LDF-ന്റേതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഷൺമുഖം കനാൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്കായി 10 വർഷം മുൻപ് മോട്ടോർ ഷെഡും മോട്ടോറും സ്ഥാപിച്ചിട്ടും അവ നോക്കുകുത്തിയായി കിടക്കുന്നു. വെള്ളാങ്കല്ലൂർ ബ്ലോക്കിന്റെ ശ്രമഫലമായി തൊഴിലുറപ്പംഗങ്ങൾക്ക് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭിച്ചപ്പോൾ അത് സ്വന്തം നേട്ടമാക്കി കൊട്ടിഘോഷിക്കുകയാണ് ഭരണപക്ഷം. കാർഷിക ഗ്രാമമായ പടിയൂരിൽ ജലസ്രോതസ്സുകൾ ദിനംപ്രതി നികത്തി നശിപ്പിക്കുമ്പോൾ ഭരണക്കാർ ഉറങ്ങുകയായിരുന്നു. തകർന്ന കുളമായ റോഡുകൾ നന്നാക്കാൻ കഴിയാത്ത പഞ്ചായത്തിൽ പൊതുശ്മശാനവും യാഥാർത്ഥ്യമായില്ല. വഴിവിളക്ക് പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഇരുട്ടിൽ തപ്പി നടക്കേണ്ട ഗതികേടല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷം കൂട്ടിച്ചേർക്കുന്നു. BJPയും മത്സര രംഗത്തിറങ്ങുമ്പോൾ പടിയൂരിൽ പോരാട്ടത്തിന് ചൂടുപിടിക്കുകയാണ്. വടക്കേക്കാട് പഞ്ചായത്തിൽ കോൺഗ്രസിലെ 7 അംഗങ്ങളെ DCC പ്രസിഡന്റ് ഒ. അബ്ദുറഹ്മാൻ കുട്ടി സസ്പെൻഡ് ചെയ്തു. NMK നബീൽ, MT കുര്യാക്കോസ്, MS ശ്രീധരൻ, സുമതി രാജൻ, കുഞ്ഞുമോൻ പള്ളിപ്പുറത്ത്, ലൈല വീട്ടിപ്പറമ്പിൽ, ഷീജ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പഞ്ചായത്ത് വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലും കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്നതിനാലാണ് ഇവർക്കെതിരെയുള്ള നടപടി. കല്യാൺ ജ്വല്ലേഴ്സിന്റെ മാത്രം പ്രത്യേകതയായ മുദ്ര എന്ന പാരമ്പര്യ കളക്ഷൻസിന്റെ ലോഞ്ചിംഗ് നടന്നു. വിശ്വാസം അതല്ലേ എല്ലാം എന്ന പരസ്യവാചകവുമായി എത്തി ജനഹൃദയങ്ങളുടെ വിശ്വാസ്യതയാർജിച്ച കല്യാൺ ജ്വല്ലേഴ്സ് മുദ്ര എന്ന പേരിൽ വൈവിധ്യമാർന്ന പാരമ്പര്യ ആഭരണ കളക്ഷനുകൾ സുവർണ ശോഭയോടെയാണ് അണിനിരത്തുന്നത്. കല്യാൺ ജ്വല്ലേഴ്സ് സ്പെഷ്യലായി ഡിസൈൻ ചെയ്തു കൊടുക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ആന്റി കളക്ഷൻസ് ആയ മുദ്ര കല്യാണിന്റെ മാത്രം പ്രത്യേകതയാണ്. തൃശൂർ കല്യാൺ ജ്വല്ലേഴ്സ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മുദ്രയുടെ സുവർണ ഭംഗി ഉപഭോക്താക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ജ്വല്ലേഴ്സിലെ സ്ഥിരം കസ്റ്റമറായ രവി ഭുവനേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു. പൊന്നിൽ തീർത്ത കണ്ണഞ്ചിപ്പിക്കുന്ന മാലകൾ, വളകൾ, കമ്മലുകൾ തുടങ്ങി പാരമ്പര്യ ആഭരണങ്ങളുടെ ഫുൾ സെറ്റ് തന്നെ മുദ്രയിലൂടെ അണിനിരത്തിയിട്ടുണ്ട്. മുദ്രയ്ക്ക് പുറമെ ഡിവൈൻ കളക്ഷൻസുകളായ നിമ, അൺകട്ട് ഡയമണ്ടിന്റെ വിപുല ശേഖരവുമായി അനോഖി തുടങ്ങി കല്യാൺ ജ്വല്ലേഴ്സ് മാത്രം ഡിസൈൻ ചെയ്തു കൊടുക്കുന്ന ആഭരണ കലവറ തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പണിക്കൂലി, പണിക്കുറവ് തുടങ്ങിയ മോഹന വാഗ്ദാനങ്ങൾ ഒന്നുമില്ലാതെ പരിശുദ്ധ സ്വർണവും ഇവയിൽ പുതുമകളും അണിനിരത്തിയുള്ള കല്യാൺ ജ്വല്ലേഴ്സിന്റെ പൊൻപ്രഭ തൂകും സ്വർണ്ണ വജ്ര ആഭരണങ്ങൾ സ്വന്തമാക്കാൻ ഉപഭോക്താക്കളുടെ വൻ നിര തന്നെ ഷോറൂമിൽ എത്തുന്നുണ്ട്. 2015 ഉണ്ണായി വാര്യർ സമ്മാനത്തിന് കഥകളി മദ്ദള കലാകാരൻ കലാമണ്ഡലം നാരായണൻ നായർ അർഹനായി. 5000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങിയതാണ് പുരസ്കാരം. ഉണ്ണായി വാര്യർ കലാനിലയം, കേരള കലാമണ്ഡലം, അഹമ്മദാബാദ് ദർപ്പണ അക്കാദമി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ അധ്യാപകനായി നാരായണൻ നായർ പ്രവർത്തിച്ചിട്ടുണ്ട്. നടത്തറയിൽ നിന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാനില്ലെന്ന് പരാതി. നടത്തറ ക്ലാശ്ശേരി വീട്ടിൽ അനിലിന്റെ മകൾ ആതിരയെയാണ് ശനിയാഴ്ച മുതൽ കാണാതായത്. രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന ആതിര ശനിയാഴ്ച സ്കൂളിലേക്ക് പോയതായിരുന്നു. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. വീട്ടുകാർ സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ സ്കൂളിലും എത്തിയിരുന്നില്ലെന്ന് മനസ്സിലായി. തുടർന്ന് ഒല്ലൂർ പോലീസിൽ പരാതി നൽകി. കാണാതാകുമ്പോൾ സ്കൂൾ യൂണിഫോമാണ് ആതിര ധരിച്ചിരുന്നത്. വിദ്യാർത്ഥിനിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ്. സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന രസവികൽപ്പം നൃത്തോത്സവത്തിനും നൃത്തശില്പശാലയ്ക്കും തൃശൂർ റീജിയണൽ തിയേറ്ററിൽ തുടക്കമായി. PSC ചെയർമാൻ ഡോക്ടർ KS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കളക്ടർ ഡോക്ടർ A കൌശികൻ അധ്യക്ഷത വഹിച്ചു. മുൻ ചീഫ് സെക്രട്ടറി EK ഭരത് ഭൂഷൺ അധ്യക്ഷനായിരുന്നു. സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ, നിർവാഹക സമിതി അംഗം പത്മശ്രീ പെരുവനം കുട്ടന്മാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഭരതനാട്യം നർത്തകി ബ്രിഗ ബസലിന്റെ നേതൃത്വത്തിലാണ് ശില്പശാല നടക്കുന്നത്. ഈ മാസം 10 നൃത്തോത്സവവും 8 നൃത്തശില്പശാലയും സമാപിക്കും. കേരളപ്പിറവി ദിനത്തിന്റെ ഭാഗമായി കൂനമൂച്ചി സെന്റ് തോമസ് UP സ്കൂളിലെത്തിയ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ അക്ഷരവൃക്ഷം നൽകി ആദരിച്ചു. അമ്മയോടും മാതൃഭാഷയോടും കേരള സമൂഹം കാണിക്കുന്ന അവഗണനയുടെ ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മാതൃഭാഷാ സ്നേഹം ഹൃദയത്തിലും പ്രവൃത്തിയിലും അന്വർത്ഥമാക്കുവാൻ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരണമെന്നും ആർച്ച് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് PJ സ്റ്റെജു, P. ജെബി ജോയ്, ലുവിൻ, അനന്യ, ശിൽപ ഡേവിസ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ ബൈക്കിലെത്തിയ സംഘം വീട്ടമ്മയുടെ മാല കവർന്നു. കാവീട് വടക്കൂട്ട് വിൻസെന്റിന്റെ ഭാര്യ മിനിയുടെ 3 പവന്റെ മാലയാണ് കവർന്നത്. മുതുവട്ടൂർ റോഡിലെ ബിന്ദു ബസാറിലെ ഇടവഴിയിൽ വെച്ച് ഞായറാഴ്ച രാത്രി 9:30യോടെയാണ് സംഭവം.
മതബോധന വാർഷികാഘോഷത്തിൽ പങ്കെടുത്ത് ഇവർ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു സംഘം മാല കവർന്നത്. ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. സ്വന്തം വീടിന് പുറത്ത് കാലിത്തൊഴുത്തിന് സമാനമായ ഷെഡ് ഒരുക്കി ബന്ധുക്കൾ പാർപ്പിച്ചിരുന്ന വയോധികനെ പോലീസ് രക്ഷപ്പെടുത്തി. മാളയ്ക്കടുത്ത് പൊയ്യ പഞ്ചായത്തിലെ പുളിപ്പറമ്പിൽ കളത്തിൽ 77 വയസ്സുള്ള അന്തോണിയെയാണ് ആഡംബര വീട്ടിൽ നിന്ന് ഷെഡിലേക്ക് മാറ്റിയിരുന്നത്. വീടിന്റെ പിറകിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് തൊഴുത്തിനേക്കാൾ മോശമായ ഷെഡ് കെട്ടിയാണ് ബന്ധുക്കൾ അന്തോണിയെ പാർപ്പിച്ചിരുന്നത്. വീട്ടിൽ താമസിക്കുന്നത് അവിവാഹിതനായ അന്തോണിയുടെ സഹോദരിയും അവരുടെ മകളും ഭർത്താവും കുടുംബവുമാണ്. അന്തോണി മലമൂത്ര വിസർജനം നടത്തുന്നതും ഇതേ ഷെഡിൽ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി UDF പ്രവർത്തകർ എത്തിയപ്പോഴാണ് വീടിന്റെ പിന്നിലെ ഷെഡിൽ നിന്ന് അന്തോണിയുടെ നേർത്ത ശബ്ദം കേട്ടത്. ഉടനെ തന്നെ വിവരം പോലീസിൽ അറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ മാള CI M സുരേന്ദ്രനും സംഘവും ചേർന്ന് വയോധികരെ വീടിനകത്ത് താമസിപ്പിക്കാനുള്ള അവസരം ഒരുക്കി. അന്തോണിക്കായി ഒരുക്കിയ ഷെഡ് പൊളിച്ചു നീക്കിയ ശേഷമാണ് പോലീസ് മടങ്ങിയത്. തൃശൂർ ലൂർദ് കത്തീഡ്രൽ തിരുനാൾ ഒരുക്കത്തിന് തുടക്കം കുറിച്ച് മതസൌഹാർദ്ദ കൂട്ടായ്മ നടത്തി. മതസൌഹാർദ്ദ കൂട്ടായ്മയുടെ ഭാഗമായി ബലൂണുകൾ പറത്തി. അതിരൂപത സഹായമെത്രാൻമാർ റാഫേൽ തട്ടിൽ, സ്വാമി നന്ദാത്മജാനന്ദ, ഇമാം മുജീബ് അസ്ലാമി തുടങ്ങിയവർ സംസാരിച്ചു. മീറ്റ് ജീസസ് പ്രയർ ടീം ഒരുക്കുന്ന 22ാമത് ബൈബിൾ കൺവെൻഷന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം തൃശൂർ ശക്തൻ നഗർ മാർക്കറ്റിൽ നടന്നു. അതിരൂപത സഹായമെത്രാൻമാർ റാഫേൽ തട്ടിൽ കാൽനാട്ടൽ നിർവഹിച്ചു. കൺവെൻഷൻ ചെയർമാൻ ഫാദർ ഷാജൻ തേർമടം, കോർഡിനേറ്റർ ബേബി കളത്തിൽ, ജനറൽ കൺവീനർ MA ബാബു, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 11 മുതൽ 15 വരെയാണ് കൺവെൻഷൻ. ചാലക്കുടി പുഴയിൽ അപ്രതീക്ഷിതമായി വെള്ളം കൂടിയതിനാൽ തുരുത്തിൽ കുടുങ്ങിയ 10 വിനോദസഞ്ചാരികളെ പോലീസ് രക്ഷിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു സംഭവം. 4 സ്ത്രീകളും 2 കുട്ടികളുമടക്കം 10 പേർ പുഴയിൽ തുരുത്തിൽ വിശ്രമിക്കുന്നതിനിടയിലാണ് മഴയെ തുടർന്ന് പുഴയിൽ വെള്ളമുയർന്നത്. ഇതോടെ ഇവർക്ക് തുരുത്തിൽ നിന്ന് കടക്കാൻ നിവൃത്തിയില്ലാതായി. വിവരമറിഞ്ഞ് തുമ്പൂർ മുഴിയിലെ എയ്ഡ് പോസ്റ്റിലും പോലീസുകാരും ചേർന്ന് കയർ കെട്ടി ടൂറിസ്റ്റുകളെ ഇക്കരെ എത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മറ്റം വാഗയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. എളവള്ളി സ്വദേശികളായ പ്രണവ്, ഗോകുൽ എന്നിവരാണ് മരിച്ചത്. ആരോപണമുണ്ടായാൽ മന്ത്രിമാർ രാജിവെക്കേണ്ടതില്ല എന്ന് ആദ്യം പറഞ്ഞത് EMSന്റെ കാലത്താണെന്ന് SJDU സംസ്ഥാന പ്രസിഡന്റ് MP വീരേന്ദ്രകുമാർ. BJP ജനങ്ങളെ വർഗീയവൽക്കരിക്കാനാണ് നോക്കുന്നതെന്നും വീരേന്ദ്രകുമാർ. അണ്ടത്തോടും കൊരട്ടിക്കരയിലുമുണ്ടായ വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു. കുമരമ്പടി സ്വദേശി നസീർ, പെരിന്തൽമണ്ണ സ്വദേശി അർഷാദ് എന്നിവരാണ് മരിച്ചത്. രാജ്യത്തെ ജനങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും BJPക്ക് വിരോധമില്ലെന്ന് BJP നേതാവ് O രാജഗോപാൽ. ചെകുത്താൻമാർ കേരളം ഭരിച്ചതിനാലാണ് പരിവർത്തനം ഉണ്ടാകാതിരുന്നതെന്ന് രാജഗോപാൽ. വെല്ലുവിളികളുണ്ടെങ്കിലും മലയാള ഭാഷ ദുരന്തമുഖത്താണെന്ന ചിന്ത അസ്ഥാനത്താണെന്ന് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ K ജയകുമാർ. മലയാളം വിസ്മരിച്ച് ഇംഗ്ലീഷിന് പിന്നാലെ പായുന്ന മലയാളിയുടെ മനോഭാവമാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ജയകുമാർ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ ലുക്കാസ്, ചുങ്കത് ജ്വല്ലറി.